ഏടോ നായിടോ, മൊത്തത്തിൽ നിങ്ങളെ സ്റ്റേഷനില് രണ്ട് അടിപിടി ഒത്തുതീർപ്പുകളൊക്കെ അല്ലേ ഉള്ളൂ. നിനക്ക് ആവശ്യമുള്ളതും അത് തന്നെയല്ലേ. കുറച്ചേരം അവിടെ വെയിറ്റ് ചെയ്യ്, പുതിയൊരു കേസ് വന്നിട്ടുണ്ട്. ഒരു പുതിയ പയ്യനാ, പേരൊഴിച്ചവൻ വേറൊന്നും പറഞ്ഞിട്ടില്ല. കണ്ടിട്ട് അവൻ പാവാന്നാ തോന്നുന്നത്. അവന്റെ ഒരു അവസ്ഥ. അതിന് ലോക്കപ്പ് കേസ് എന്നൊക്കെ അല്ലേ പറയണ്ടേ? സാർ, നിങ്ങളെന്താ ഇവിടെ ലോക്കപ്പിന്റെ അകത്തിട്ടിരിക്കുന്നു? സാർ, എന്താ സാർ ഇവിടെ എന്താ സംഭവിച്ചേ? എടോ, എന്തിനാ അദ്ദേഹത്തെ ഇവിടെ ഇട്ടിരിക്കുന്നേ? എന്താ സാർ ഇത്? എന്താ ഇതൊക്കെ? ആരാ ഇവൻ? ഇടോ, തനിക്ക് ബോധമില്ലടോ. ആരാ ഇദ്ദേഹത്തെ അകത്തിട്ടത്? സാറേ, എന്തൊരു മിസ്കമ്മ്യൂണിക്കേഷൻ നടന്ന. സാർ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഒരു 2 മിനിറ്റ് സമയം തന്നാ മതി. എടോ, ഈ സെല്ല് ഓപ്പൺ ചെയ്തേ. ആരാ ഇത്? ഓപ്പൺ പറയണ സാർ, ഇവൻ ആരാണ്? തീരുമാനമായിടോ. ഇത് ഞാൻ ഓപ്പൺ ചെയ്യാന്ന്. എന്താ സാർ വേണ്ടത്? ടീ, കോഫി, കൂൾ ഡ്രിങ്ക്സ്? എനിക്കൊന്നും വേണ്ട സാർ, എന്നെ പോകാൻ. ഇങ്ങോട്ടൊന്ന് വന്നേ സാറേ, പറയട്ടെ. ഞാൻ തൊഴുതു ചോദിക്കുക, ഒന്ന് പറയൂ സാർ, ഏതാ ഈ പയ്യൻ? എന്തൊക്കെയാടോ പറയുന്നേ? താൻ സീനിയർ ആയിട്ടൊന്നും എനിക്കറിയില്ലേ. അദ്ദേഹത്തിന്റെ ദേഹത്ത് കൈവച്ചെന്ന് അങ്ങനെ അറിഞ്ഞാ താനും ഉണ്ടാവില്ല, തന്നെ സ്റ്റേഷനും ഉണ്ടാവില്ല. അദ്ദേഹത്തിന്റെ അച്ഛൻ നിങ്ങളെയൊക്കെ ഒറ്റയടിക്ക് തീർത്തുകളെ. ടച്ച് ചെയ്തില്ലല്ലോ? ടച്ച് ചെയ്യുന്നൊക്കെ പോട്ടെ സാർ, എനിക്കൊന്നും അറിയില്ല സാർ. ആ ഉള്ളിലിരിക്കുന്ന ദരിദ്രവാസിയായി ഈ പണിയെല്ലാം ചെയ്ത് ഞാൻ റിട്ടയർ ആകുന്ന സമയമാ സാർ. എന്നെ ഇതിൽ ഇൻവോൾവ് ആക്കല്ലേ സാറ്? എന്താ റിട്ടയർ ആവുമ്പോ അതെ സാർ. ആദ്യം എക്സ്പയർ ആവാൻ നോക്കിക്കോ. പോയി എന്നിട്ട് CI വിളിക്ക്. ചെല്ലടോ, പുറത്തേക്ക് വരാൻ പറ. സാർ, ഇപ്പൊ നമ്മുടെ അവസ്ഥ എന്താ? എന്റെ ജീവിതം ഇങ്ങനെ മാറുമെന്ന് ഞാൻ കരുതിയില്ല. നല്ല രീതിയിലൊരു സർവീസ് സെൻഡ് ഓഫ്, നല്ല ശമ്പളം, മനോഹരമായൊരു റിട്ടയർമെന്റ്. ആ സ്വപ്നമെല്ലാം ദരിദ്രവാസി നശിപ്പിച്ചു. ഇനി ഒന്നും പഴയതുപോലെ ആവുമെന്ന് തോന്നുന്നില്ല. Nothing to worry, sir. ഇവനെ പിടിച്ച് ആരാടാ ഇവിടെ എടാ, നിന്നെ എന്താ ചെയ്യേണ്ടെന്നറിയോ? തന്നാലുണ്ടല്ലോ. എടാ, വിവരം കേട്ടവനെ, ഇവന്റെ മേത്ത് കൈവെക്കല്ലേ, കൈവെക്കലെന്ന് പറഞ്ഞിട്ട് കൈവച്ചില്ലേ? ഇപ്പൊ എന്തായി? അവന്റെ അച്ഛൻ ഏതോ വലിയ മനുഷ്യനാണെന്ന് ഇനിയുണ്ടല്ലോ. എന്തൊക്കെയാ കാണിക്കുന്നത്? അതേക്കോ ഞാൻ പറയാം. സോറി സാർ, റോങ് ഇൻഫർമേഷൻ ആയതിനാൽ അഡ്രസ് മാറി നിങ്ങളുടെ വീട്ടിലേക്ക് വന്ന് കയറിയതാ. ഒരു ചെറിയ തെറ്റ് പറ്റി. എന്താണ് ചെറിയ തെറ്റോ? ഇതാണോ ചെറിയ തെറ്റ്? കാല് പിടിക്കേ, ആദ്യം കാല് പിടിക്കാൻ നോക്ക. ദയവ് ചെയ്ത് എന്നോട് ക്ഷമിക്കണം സാർ, പ്ലീസ്. നിങ്ങൾ വാ തുറന്നൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഇങ്ങോട്ട് വരേണ്ടി വരില്ലായിരുന്നു. ഞാൻ വേണമെങ്കിൽ അവിടെ ഒന്ന് മാഡത്തിനോട് സോറി പറയാം. നിങ്ങൾ പൊയ്ക്കോളൂ സാർ. കൊല്ലൂടാ നിന്നെ. സാർ 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 അറിയാതെ തെറ്റുപറ്റി പോയതാ, ഇനി റിപ്പീറ്റ് ആവില്ല. ഈ വിഷയം നിങ്ങളുടെ അച്ഛന്റെ ചെവിയിലെത്താതെ നോക്കണം സാർ. യൂണിഫോമിലായതുകൊണ്ടാണ് ഞാൻ കൈ പിടിച്ച് മാപ്പി ചോദിക്കുന്നത് സാർ. ഇനി ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടാവരുത്. ഹലോ ഹലോ, രാമു, തനിക്കെന്നെ മനസ്സിലായില്ലേ? അന്ന് കടിവാ റെയിൽവേ സ്റ്റേഷൻ, ബാഗ്. ഹലോ, നിങ്ങൾ ബാഗ് മറന്നു? അയ്യോ, ഞാൻ മറന്നാ. ഒത്തിരി നന്ദിയുണ്ട്. ഓക്കെ. ഹലോ, മോന്റെ പേര്? രാം. അതിൽ മിനിസ്റ്ററിന്റെ കോർട്ട് കേസുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടന്റ് ഫയൽസ് ഉണ്ടായിരുന്നു. അന്ന് നീ എനിക്കത് തന്നില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ മുന്നിൽ നിന്നുകൊണ്ട് സംസാരിക്കാൻ പോലും പറ്റില്ലായിരുന്നു. അവരെന്നെ കൊന്നു കളഞ്ഞാൻ. എന്നെ എപ്പോഴാണ് നിങ്ങൾ ഫസ്റ്റ് ടൈം കാണുന്നത്? അതെ. അങ്ങനെ ഒരു ഉപകാരം ചെയ്ത് നീ പിന്നെ എന്നെ മറന്നുപോയോ? ഉപകാരം നമുക്ക് കിട്ടുമ്പോഴല്ലേ ഓർക്കേണ്ടതുള്ളൂ, ചെയ്യുമ്പോ അതിന്റെ ആവശ്യമില്ലല്ലോ. അത് ശരിയാ. അകത്തന്നെ നിന്നെ കണ്ടപ്പോ തന്നെ അവര് നിന്നെ കുടിക്കിയതാന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. അവനെ പറ്റി എനിക്ക് നന്നായിട്ട് അറിയാം. അവൻ അകത്തിരുന്നോണ്ട് പാർലമെന്റിൽ ബോംബ് വെച്ച് നീയാണെന്ന് വേണേ പറഞ്ഞ് അവൻ നിന്നെ കുടുക്കിക്കളി. അതുകൊണ്ടാണ് ഈ ഡ്രാമയൊക്കെ കളിച്ചത്. അപ്പൊ CS സാറിന്റെ അടുത്ത് എന്താ പറഞ്ഞേ? അത് ഞാൻ കള്ളം പറഞ്ഞു. വലിയൊരു ഇൻഡസ്ട്രിയലിസ്റ്റിന്റെ മകനാണ് നീ എന്നും നീ മനസ്സ് വെച്ച ഒരു നാട് തന്നെ വാങ്ങാൻ പറ്റുമെന്നും അവൻ വിചാരിച്ച നിന്റെ അഡ്രസ് പോലും ഗൂഗിൾ മാപ്പിൽ നിന്ന് മാറ്റാൻ പറ്റുമെന്നും ഏതോ ബിസിനസ് ട്രിപ്പിന്റെ ആവശ്യത്തിനായിട്ട് ഇവിടെ വന്നതാണെന്നും നീ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കഥകളാണ് ഞാൻ പറഞ്ഞത്. ആ മണ്ടം വിശ്വസിച്ചു. എന്താ നീ ഷോക്കായില്ലേ?
ഒരു ട്രൂ സ്റ്റോറി പോലെയുണ്ട് സാർ. നിങ്ങൾ ശരിക്കും ഗ്രേറ്റ് ആണ്. ശരി ശരി, ഇനി അവരുടെ കണ്ണി പെടരുത്. ഉം. കഷ്ടപ്പെട്ട് പണിയെടുത്ത് ജീവിക്കും. ഓക്കെ? ഉം. ഹലോ ബാലരാജ് മോനെ, നിനക്ക് ആ പയ്യനെ കുറിച്ച് നന്നായിട്ട് അറിയാമോ? അറിയില്ല. അവനെ കുറിച്ച് അറിയേണ്ട ആവശ്യം ഇപ്പൊ എനിക്കില്ലല്ലോ. അവനൊരു വായി നോക്കിയാ. നിന്നെ എനിക്ക് അറിഞ്ഞൂടെ? ഇഞ്ചി അറിയാവോന്ന് ചോദിച്ചാ വെള്ളം പോലെ പുളിയുള്ളതാണെന്ന് പറയുന്നവനാ നീ. അവനോട് കളിച്ചാ നീ നിന്റെ നാടും വിട്ട് ഉഗാണ്ടേ പോയി താമസിക്കേണ്ടി വരും. അവനൊരു തീക്കൊള്ളിയല്ല, തീ പന്തോ. എരിച്ചു കളയും നിന്നെ. എന്നാ നമ്മള് വിചാരിച്ച പോലെ അവനെ കൊന്നു കളഞ്ഞവര്. അവനോട് കളിച്ചാൽ നമ്മളെ തീർത്ത് കളയുന്ന പറയുന്നത്. വ്യഭിചാരം നടക്കുന്നതായിട്ട് കംപ്ലൈന്റ് കിട്ടി. നിങ്ങൾ രണ്ടുപേരും ഭാര്യയും ഭർത്താവോ? അല്ല. അവൻ സ്വന്തക്കാരനാ? അല്ല. അപ്പൊ പിന്നെ ആരടി അവൻ? ഇവിടെ ജോലി ചെയ്യുന്നത്. ഓ, എല്ലാ ജോലിയും ചെയ്യും അവൻ. നായിഡു, ഇവൻ സംസാരിക്കാത്തവനാണോ അതോ ഞാൻ പറയുന്നത് മനസ്സിലാകാത്തോണ്ടാണോ? ഇവന്റെ ഫേസ് കണ്ടിട്ട് ഒരു തമിഴനാണെന്നാ തോന്നുന്നത് സാർ. എനിക്ക് 1 മിനിറ്റ് സമയം തന്ന എല്ലാം ക്ലിയർ ചെയ്ത് തരാം. എങ്ക നിന്തടാ ഇങ്ക വാങ്കടാ. മലയാളത്തില് എന്തിനാ അവിടെ നിൽക്കുന്നേ, ഇങ്ങോട്ട് വാ എന്ന മനസ്സിലായ? ഇവൻ മലയാളി തന്നെയാ സാറേ, കൺഫേം. നിന്റെ പേരെന്തടാ? രാമു. എനിക്ക് ഇവനൊരു നക്സലൈറ്റ് ആണോന്ന് സംശയം. എന്തോ ഒരു പ്ലാനോടുകൂടി വന്നതുപോലെ. നിന്റെ സ്ഥലം എവിടെടാ? സാർ, ഞാൻ 2 മാസമായിട്ട് ഇവിടെയാ ജോലി ചെയ്യുന്നത്. ഞാൻ കാരണം ആർക്കും പ്രശ്നം ഉണ്ടായിട്ടില്ല, ഉണ്ടാക്കുകയില്ല. എന്നെ വിശ്വസിക്ക പ്ലീസ്. മാറ്റർ ഈ 2 മാസത്തെ അല്ലടാ, അതിനു മുൻപ് നടന്നത്. നീ ആര്, എവിടെന്ന് വന്നിരിക്കുന്നു, ഇവിടെ എന്തിനു വന്നു, ഇതിനു മുൻപ് എന്തൊക്കെ ചെയ്തു, സ്റ്റേഷനിൽ കൊണ്ടുപോയി ഈ എല്ലൊക്കെ ഒന്ന് ഒടിച്ചാ എല്ലാം പുറത്തു വന്നോളും. വാടാ, നടക്കടാ. നായിന്റെ മോൻ മാർക്കറ്റിൽ നമ്മുടെ ആളുകളെ അടിച്ചിട്ട് ഇവിടെ ഒളിഞ്ഞിരിക്കുകയാടാ. ഇനി അവനെ വിടരുത്. നമ്മുടെ ആളുകളെ അയക്കും. ഇവൻ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങിയ തുണ്ടം തുണ്ടമാക്കിയേക്ക്. കൃത്യമായി 100 ദിവസം നിങ്ങൾ ആരുടെയും കണ്ണിൽപ്പെടരുത്. ആ പാവം പിടിച്ചവൻ അവന്മാരുടെ കൈ പോയി പെട്ടല്ലോ. എവിടുന്ന് വന്നതാണെന്ന് അറിയില്ല. നമ്മുടെ വീട്ടിലെ ഒരാളെ പോലെ ആയിരുന്നു. നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അവന് പുറത്തിറക്കണം. എന്ത് ചെയ്യാൻ പറ്റും? ആ സീയുടെ അടുത്ത് നിന്ന് അവനെ പുറത്തു കൊണ്ടുവരുന്നത് അത്ര ഈസി അല്ല.